പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ച, കർത്താവിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു ദിവസം. കർത്താവെ, ഈ പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഉണർത്തുന്ന അവിടുത്തെ വലിയ കരുണയ്ക്ക് നന്ദി പറയട്ടെ. ഈ ദിവസം പൂർണ്ണമായും അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപ നൽകണമേ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 13-ാം വചനം ധ്യാനിക്കാം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. തിരുനാളിൽ പങ്കെടുക്കാൻ പോകുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. അവൻ പോയത് പിതാവിനെ ആരാധിക്കാനും വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കുവാനും വേണ്ടി മാത്രമായിരുന്നു. അതിനെതിരെ കണ്ടതിനോടെല്ലാം അവൻ ശക്തമായി പ്രതികരിച്ചു. ഓരോ തിരുനാളും കർത്താവിനെ കൂടുതൽ ആരാധിക്കാനുള്ള അവസരമായി മാറണം. കർത്താവില്ലാത്ത തിരുനാൾ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവെ, തിരുനാളിൻ്റെ പേരിലുള്ള ആർഭാടങ്ങളിലും ആഭാസങ്ങളിലും പെട്ടുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.